ഓം നമോ നാരായണായ. 9ാമത്തെ ശ്ലോകം. അത്യായസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാ അഭി ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യം അന്യേ പുന ചിത്താർദ്രത്വം ഹൃദേ വിചിന്യ ബഹുപി സിദ്ധ്യന്തി ജന്മാന്തരൈ. അത്യായസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുന ചിത്താർദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈ. അത്യായസകരാണി കർമ്മപടലാനി, ചിലർ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി ആചര്യ നിര്യന്മലാഹ, മനഃശുദ്ധി കൈവരുന്നവരായിട്ട് ബോധേ അഥവാ ഭക്തിപതേ അഭി, ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ ഉചിതതാം ആയാന്തി, യോഗ്യതയുള്ളവരായിത്തീരുന്നു. താവതാ കിം, അത്രയും കൊണ്ട് എന്തു പ്രയോജനം. അന്യേ പുനഃ, വേറെ ചിലരാകട്ടെ തർക്കപഥേ ക്ലിഷ്ട, യുക്തിചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് ചിത്താർദ്രത്വം ഹൃദേ, മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മാഖ്യം തവ പരം വഭു, ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ നിർഗുണ സ്വരൂപം വിചിന്യ ബഹുബി, ധ്യാനിച്ച് ബഹുബി ജന്മാന്തരൈ സിദ്ധ്യന്തി, അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു. കർമ്മയോഗം കേവലം മനഃശുദ്ധിക്ക് മാത്രം ഉതകുന്നതാണ്. കർമാനുഷ്ഠാനം കൊണ്ട് രാഗദ്വേഷാദിരഹിതമായി മനസ്സ് ശുദ്ധമായാൽ ജ്ഞാനയോഗത്തിന് യോഗ്യതയുള്ളവരാകുന്നു. അത് പിന്നീട് ഭക്തിയോഗത്തിനും അത് സഹായകമാകുന്നു. കർമ്മയോഗം എന്നത് വളരെ ക്ലേശകരമാണ്. മാത്രമല്ല അതിൻ്റെ ഫലം ജ്ഞാനയോഗത്തിനോ ഭക്തിയോഗത്തിനോ അർഹനായി തീരുക എന്നത് മാത്രമാണ്. ചിത്തശുദ്ധിയും വിരക്തിയും പരിപൂർണമായി സിദ്ധിച്ച കർമ്മയോഗിക്ക് ജ്ഞാനയോഗവും അല്പമായി വൈരാഗ്യം മാത്രം കൈവന്നിട്ടുള്ള കർമ്മയോഗിക്ക് ഭക്തിയോഗ യോഗ്യതയും ഉണ്ടാകുന്നു. യോഗ്യത നേടുന്നതിന് കർമ്മയോഗം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് ഭക്തിമാർഗത്തിൽ പ്രവേശിക്കുന്നതല്ലേ അധികം നല്ലത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ മേൽപ്പത്തൂർ. കഥാതിശ്രവണത്തിലൂടെ ഭക്തിയോഗം വളരെ പെട്ടെന്ന് തന്നെ സാധിക്കാവുന്നതുമാണ്. ചില ആളുകൾ യുക്തിചിന്ത വഴി, അതായത് തർക്കശാസ്ത്രം, അതായത് ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം പരീക്ഷിച്ച് അറിയുക, അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വേദശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ച് അതിൽ പറയപ്പെടുന്ന മാർഗങ്ങളെല്ലാം വളരെ കാലം പരിചയിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആർദ്രതയെല്ലാം കുറഞ്ഞു വരുന്നു. അങ്ങനെയുള്ളവർക്ക് ജന്മാന്തരങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. എന്നാൽ നേരിട്ട് ഭക്തിമാർഗത്തിലേക്ക് വരുന്ന ഒരു ഭക്തനാകട്ടെ ഭഗവത് ഭജനം തുടങ്ങിയ സമയം മുതൽ ആനന്ദ പാരവശ്യം അനുഭവിക്കാൻ തുടങ്ങുന്നു. ഭഗവത് പ്രസാദത്തിൻ്റെ ശക്തി കൊണ്ട് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭക്തിയോഗം തന്നെയാണ് അത്യുത്തമം എന്ന് മേൽപ്പത്തൂർ വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അത്യായസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാപ്യുചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈ. 10ാമത്തെ ശ്ലോകം. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഞ്ചരി നിർമ്മഞ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവി അക്ലേശത തന്വതി സദ്യ സിദ്ധീകരി ജയതി അയി വിഭോ സ ഏവ അസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. ത്വദ്ഭക്തി തു, ഭഗവത് ഭക്തിയാകട്ടെ
കഥാരസാമൃതഞ്ചരി നിർമ്മഞ്ജനേന സ്വയം സിദ്ധ്യന്തി. ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലുള്ള രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നതിനാൽ താനേ വന്നുചേരുന്നതും വിമല പ്രബോധപദവീം അക്ലേശത തന്വതി. ശുദ്ധ ബ്രഹ്മജ്ഞാനമാർഗത്തെ പ്രയാസം കൂടാതെ തുറക്കുന്നതുമായിട്ട് സദ്യ സിദ്ധീകരീജയതി, ക്ഷണത്തിൽ മുക്തി നേടുവാൻ പോന്നതായി വിജയിച്ചരുളുന്നു. അയി വിഭോ വാതാലയാധീശ്വര, സർവശക്തനായ ഗുരുവായൂരപ്പ, ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത സ ഏവ മേ ദ്രുതതരം അസ്തു. തൃപാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി ഒന്നു മാത്രം എനിക്ക് വേഗത്തിലുണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ. ഭഗവത് കഥാരസത്തിൽ മുഴുകുന്ന മനസ്സിന് മാലിന്യങ്ങളകന്ന് ശുദ്ധി കിട്ടുന്നതിനാൽ അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തെ പെട്ടെന്ന് തന്നെ കൈവരികയും തദ്വാര അതുവഴിയായി മോക്ഷം സിദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ കർമ്മജ്ഞാനമാർഗങ്ങളെക്കാളും ഭക്തിമാർഗം ശ്രേഷ്ഠമാണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വാതാലയാധീശ്വര എന്ന പ്രയോഗം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. വാതാലയം എന്നാൽ ശരീരം, അതിന് അധീശ്വരൻ സർവന്തര്യാമിയായ ഭഗവാനാണല്ലോ. അദ്ദേഹം സർവവ്യാപിയും സർവന്തര്യാമിയുമാകയാൽ ഏത് വസ്തുവിലുള്ള പ്രീതിയും ഭഗവത് പ്രേമമാകുന്നു. മനപ്രീതി തോന്നുന്നിടത്ത് ഭഗവത് സാന്നിധ്യവും ഉണ്ടാകുന്നു. അവിടെയെല്ലാം ഭഗവാനെ കാണാനുള്ള കഴിവാണ് ലഭിക്കേണ്ടത്. ആ ഭഗവത് ഭക്തി, അതായത് എന്തും ഭഗവന്മയമാണെന്ന് കണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള കഴിവ് ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതു തനിക്ക് നൽകുവാൻ കനിവുണ്ടാകണമേ എന്നാണ് ഭക്തനായ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥനയോടെയാണ് മേൽപ്പത്തൂർ ഈ ഒരു ദശകം ഉപസംഹരിക്കുന്നത്. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഞ്ചരി നിർമ്മഞ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവി അക്ലേശതസ്തന്വതി. സദ്യസിദ്ധീകരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര.